റെസ്റ്റിംഗ് ടൈമൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് അച്ച് ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള ഒരു ബനാന തൊലി കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഗ്രൈൻഡ് ചെയ്യാൻ. പകുതി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ 3 ഏലക്ക കൂടി ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലവണ്ണം മെൽറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് അരിപ്പൊടി ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/2 കപ്പ് എടുത്തതിൽ 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് ബാക്കി അതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി, ഇതാണ് നമ്മുടെ അളവ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ റവ, ഒരു വലിയ സ്പൂൺ റവ, ഈ 3 പൊടികളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള മാവ് കൂട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്ത മാവിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് സോഡാപ്പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം എള്ളിട്ട് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിന് തിക്നെസ് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ ഒരല്പം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പോഴേ തന്നെ ഉണ്ണിയപ്പം ചുട്ട് തുടങ്ങാം. നമ്മുടെ ഉണ്ണിയപ്പം ബാറ്റർ ഇതേ ഈ ഒരു തിക്നെസ്സിൽ റെഡിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത്, ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പത്തിന് ഉള്ള മാവ് ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ഓരോ കുഴികളിലും നിറച്ച് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. പകുതിയോളം ഒഴിച്ച് തന്നെ മതിയാവും. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അത് നിറഞ്ഞ് അപ്പുറത്തെ കുഴിയിലോട്ട് ഫില്ലായിക്കോളും. ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പമൊക്കെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവരും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഉണ്ണിയപ്പം മുഴുവനും പൊരിച്ചെടുത്തതിന് ശേഷം ഇത്രയും ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ഓയിൽ കൺസംഷൻ ഇല്ലാത്ത ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. നമ്മുടെ ഉണ്ണിയപ്പം മൊത്തത്തിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് മാവ് കൊണ്ട് നമുക്ക് ഇത്രയും അളവിലാണ് ഉണ്ണിയപ്പം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഉണ്ണിയപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.